നമസ്കാരം. ഇന്നത്തെ കഥ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് തുടങ്ങാം. മയൻ നിർമ്മിച്ചതാണ് ഇന്ദ്രപ്രസ്ഥം. അവിടെ രാജാധിരാജനായിട്ട് ധർമ്മപുത്രർ, പാണ്ഡുവിൻ്റെ മൂത്ത പുത്രൻ ധർമ്മപുത്രൻ, അതായത് യുധിഷ്ഠിരൻ വാഴുന്ന കാലത്ത് ഒരു ദിവസം നാരദമുനി അവിടെ എഴുന്നള്ളാണ്. ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്താൻ ഉപദേശിച്ചു. എന്നിട്ട് പിതാവായ പാണ്ഡുവിൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് താനിത് ഉപദേശിക്കുന്നത് എന്നും നാരദ മഹർഷി ധർമ്മപുത്രരോട് പറയാണ്. അപ്പോൾ എന്താ ഈ രാജസൂയ യജ്ഞം? ശ്രേഷ്ഠ രാജവംശങ്ങളിലെ മഹാരാജാക്കന്മാരെ രാജ അഭിഷേക സമയത്ത് അനുഷ്ഠിക്കുന്ന ഒരു യാഗമാണ് ഈ രാജസൂയം. ഈ യാഗം അനുഷ്ഠിക്കുന്ന വ്യക്തി ഗോത്രത്തിലെ ഏറ്റവും തലമുതിർന്ന ഭരണാധികാരിയും ഭൂമണ്ഡലത്തിലെ തന്നെ മറ്റെല്ലാ രാജാക്കളെയും സൈന്യബലം കൊണ്ടും അതായത് ധനം കൊണ്ടും ആൾബലം കൊണ്ടും ജയിച്ചവനായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരേ സമയം ഒരേ കുലത്തിലെ 2 പേർക്ക് ഈ യാഗം നടത്താനാകില്ല കേട്ടോ. ഈ യാഗം നടത്തിയ ആൾക്ക് മുകളിലായിട്ട് മറ്റൊരു രാജാവും ഉണ്ടാകുന്നതല്ല. അതാണ് ഈ യാഗത്തിൻ്റെ സവിശേഷത. ഹരിശ്ചന്ദ്രൻ, മരുത്തൻ തുടങ്ങിയവർ ഈ യാഗം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് വന്നതാണ് പാണ്ഡവരിൽ മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരൻ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാജസൂയം നടത്തുന്നവരെ ആദ്യം സൈന്യങ്ങളെ അയച്ചിട്ട് ദിഗ്വിജയം നടത്തണം. അതായത് സൈന്യങ്ങളെ 4 പാടും അയക്കും. അപ്പോൾ അധീനതയിലാവാൻ താല്പര്യമുള്ളവർ അതിന് വശപ്പെടും, അതല്ലാത്തവർ തിരിച്ച് യുദ്ധം ചെയ്യും. അപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണിത്. യുദ്ധത്തിൽ എന്തായാലും നാശനഷ്ടങ്ങളും ജീവനഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യാം. എന്നാൽ രാജ്യത്തിൻ്റെ വിസ്തൃതി ധനം കൊണ്ടാണെങ്കിലും സ്ഥലം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും മികച്ചതാക്കുകയും ചെയ്യാം. അതാണ് ഈ സൈന്യങ്ങളെ അയക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില ആത്മാഭിമാനമുള്ള വളരെ ശക്തരായിട്ടുള്ള രാജാക്കന്മാർ തിരിച്ച് യുദ്ധം ചെയ്യും. അപ്പോൾ അത്തരത്തിൽ സർവ്വരാജാക്കളെയും ജയിച്ച് അവരിൽ നിന്നും ധനം കപ്പമായിട്ട് വാങ്ങി ഖജനാവ് കുമിച്ചു കൂട്ടണം. ആ ധനം ഉപയോഗിച്ചിട്ടാണ് വിവിധ തരം യാഗാദികളും ദാനാദി സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടത്. ഇഷ്ടിയാഗം, പശുയാഗം, സോമയാഗം, സൗത്രാമണി, ദർവിഹോമം അങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഈ സൗത്രാമണി എന്ന് പറയുന്നത് വളരെയധികം ചിലവ് വരുന്നതും വളരെയധികം സമയമെടുക്കുന്നതുമായിട്ടുള്ളൊരു കർമ്മമാണെന്നാണ് വായിച്ചിട്ടുള്ളത്. രാജസൂയത്തിലെ പുരോഹിതന്മാർക്ക് നൽകേണ്ടതായിട്ടുള്ളത് വളരെ അസാധാരണമായ ദക്ഷിണകളാണ്. രാജാധികാരം സ്വീകരിക്കുന്ന അനുഷ്ഠാനമായിട്ടുള്ള രാജസൂയം വളരെ സങ്കീർണമായിട്ടുള്ള യാഗമാണ്. ഇത് അനുഷ്ഠിക്കുമ്പോൾ 2 വർഷത്തോളം, കൃത്യമായിട്ട് പറഞ്ഞാൽ 27 മാസങ്ങൾ സമയമാണ് ഇതിനാവശ്യം. അനവധി ചടങ്ങുകൾക്ക് ഒടുവിൽ ഇതിലെ അഗ്രപൂജ നൽകുക എന്നൊരു ചടങ്ങുണ്ട്. കുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനും ജ്ഞാനിയും യോഗ്യനുമായ ആൾക്കാണ് ഇത് നൽകുന്നത്. അതോടെ രാജസൂയം സമാപിക്കുകയാണ്. അപ്പോൾ ഈ യുധിഷ്ഠിരൻ്റെ രാജസൂയം ഏറ്റവും മഹനീയമായിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് വ്യാസഭഗവാൻ വർണ്ണിക്കുന്നത്. ഈ യാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള കൗരവർ പോലും സംബന്ധിച്ചിരുന്നു. ദുര്യോധനന് പോലും ഓരോ ചുമതലകൾ നൽകിയിരുന്നു. ഈ യാഗത്തിൻ്റെ മാഹാത്മ്യത്താൽ യുധിഷ്ഠിരന് രാജാക്കന്മാർക്കിടയിൽ പ്രഥമ സ്ഥാനം ലഭിക്കുകയുണ്ടായി. പിതാവായിട്ടുള്ള പാണ്ഡുവിൻ്റെ നിർദ്ദേശം നാരദമുനി വഴി അറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ഇത് ചെയ്തത്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിലെ അഗ്രപൂജ നൽകിയത് ശ്രീകൃഷ്ണനായിരുന്നു. ഭീഷ്മരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ നൽകിയത്. അത് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഈ രാജസൂയം എന്താണെന്ന് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി കഥയിലേക്ക് തിരിച്ചു പോയാൽ, യുധിഷ്ഠിരൻ നാരദമുനിയോട് പറയാണ്, പ്രഭോ മഹാമുനി, സ്വർഗസ്ഥനായിട്ടുള്ള പാണ്ഡുവിൻ്റെ ആഗ്രഹം സാധിക്കേണ്ടത് പുത്രനായിട്ടുള്ള എൻ്റെ കടമയാണ്. ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്താൻ ഞാൻ പ്രാപ്തനാണോ? അതാണ് എൻ്റെ സന്ദേഹം. മയനിർമ്മിതമായിട്ടുള്ള ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാൻ രാജാവായിട്ട് വാഴാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. കുരുരാജ്യം 2ആയി ഭാഗിച്ച് ഹസ്തിനപുരത്തിൽ ദുര്യോധനനും ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാനും രാജാവായി തീർന്നു. ഗാണ്ഡവദഹനത്തിൽ അർജുനൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ടാണല്ലോ അസുരശില്പിയായിട്ടുള്ള മയൻ ഈ അതിമോഹനമായിട്ടുള്ള അദ്ഭുത സഭാതല നിർമ്മിച്ചു തന്നത്. അങ്ങനെയുള്ള ഈ ഗാണ്ഡവപ്രസ്ഥത്തിൽ വെച്ച് രാജസൂയം നടത്താൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട്. ഭഗവാൻ ദ്വാരകാധിപതി കൃഷ്ണനോടും കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരായാതെ
ആദരിക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല ഭഗവാനെ. അങ്ങനെ യുധിഷ്ഠിരൻ ഇത് നാരദ മഹർഷിയോട് പറയാണ്. അപ്പോൾ ഇതിനിടയിലെ എന്താ ഈ ഗാണ്ഡവ ദഹനം, അതും കൂടി ഒന്ന് പറയാം. ഒരിക്കൽ കൃഷ്ണനും അർജുനനും ചില സുഹൃത്തുക്കളോടൊപ്പം വേനൽക്കാല ദിവസങ്ങളിൽ യമുനയുടെ തീരത്തേക്ക് പോയി. അവിടെ അലഞ്ഞ് നടക്കുന്നതിനിടയിൽ ഇരുവരും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. അത് ഗാണ്ഡവ വനമായിരുന്നു. ഗാണ്ഡവ വനത്തിനടുത്തായിരുന്നു. അപ്പോൾ അഗ്നിദേവൻ അവരെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്വേതയ്ക്ക് നടത്തിയ 100 വർഷ യാഗത്തിൽ തുടർച്ചയായിട്ട് ഒഴിച്ച നെയ്യ് കുടിച്ചതിനാൽ തനിക്ക് ഉദരരോഗം വന്നു എന്ന്. അതായത് ഈ നെയ്യ് ഹവിസ് അഗ്നിയിലാണല്ലോ ഹോമിക്കുക. അപ്പോൾ അതൊരു പരിധിയിൽ കടന്നപ്പോൾ ഉദരരോഗം പിടിച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഉദരരോഗം മാറണമെങ്കിൽ വനത്തിലെ സസ്യജാലങ്ങളെയും അതിലെ നിവാസികളെയും ഭക്ഷിക്കാൻ ബ്രഹ്മാവാണ് അഗ്നിയോട് നിർദ്ദേശിച്ചത്. അർജുനനും കൃഷ്ണനും സഹായിക്കാൻ സമ്മതിച്ചു. പകരമായിട്ട് അഗ്നി വരുണനെ ഗാണ്ഡീവം, ചക്രം എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങളും അനുബന്ധ ഉപകരണങ്ങളും നൽകാൻ സഹായിച്ചു. അങ്ങനെ തടസ്സങ്ങൾ തടയുന്നതിനും ജീവികൾ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് തടയുന്നതിനുമുള്ള ഉത്തരവാദിത്തം അഗ്നി ഭഗവാൻ കൃഷ്ണനും അർജുനനും നൽകി. ഈ തീ കത്തുമ്പോൾ അതിൽ നിന്ന് ജീവജാലങ്ങൾ രക്ഷപ്പെടുമല്ലോ, ഓടിയിട്ടും പറന്നിട്ടുമൊക്കെ. അപ്പോൾ അത് തടയാൻ അങ്ങനെ അവർ ആയുധം ധരിച്ച് തയ്യാറായി കഴിഞ്ഞപ്പോൾ അഗ്നിദേവൻ വനത്തെ അഗ്നിജ്വാലകളാൽ വിഴുങ്ങാൻ തുടങ്ങി. ചൂട് വളരെ ശക്തമായിരുന്നതിനാൽ കുളങ്ങളിലെയും തടാകങ്ങളിലെയും വെള്ളം തിളച്ചു മറിയുകയും സമുദ്രജീവികൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് വ്യാസഭഗവാൻ വിവരിക്കുന്നുണ്ട്. പറക്കാൻ ശ്രമിച്ച പക്ഷികളെ അർജുനൻ ശരങ്ങൾ തുളച്ച് കയറ്റി തടയുന്നുണ്ട്. ഈ ശരങ്ങളാലൊരു കുട അവിടെ വരുത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ദ്രൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള തക്ഷകൻ എന്ന പാമ്പ് താമസിച്ചിരുന്നു ഈ കാട്ടിൽ. എന്നാൽ ആ സമയത്ത് തക്ഷകൻ ഭാര്യയെയും മകൻ അശ്വസേനനെയും വീട്ടിൽ ഉപേക്ഷിച്ച് കുരുക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അഗ്നിദേവൻ വനം കത്തിക്കാൻ ശ്രമിച്ച വിവരം അറിഞ്ഞ ഇന്ദ്രൻ തൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തെയും കാട്ടിലെ മറ്റ് നിവാസികളെയും രക്ഷിക്കാനെത്തി. തീ കെടുത്താൻ വേണ്ടി കനത്ത മഴ പെയ്യിപ്പിച്ചു. പക്ഷേ കടുത്ത ചൂട് കാരണം ആ മഴ വായുവിൽ തന്നെ വറ്റിപ്പോവുകയുണ്ടായത്. ഇന്ദ്രൻ മഴയുടെ തീവ്രത വർദ്ധിപ്പിച്ചു. അപ്പോൾ അർജുനൻ നിരവധി അമ്പുകളാൽ ആകാശം മൂടിക്കൊണ്ട് തിരിച്ചടിച്ചു. മഴയിൽ നിന്ന് വനത്തെ രക്ഷിക്കാൻ അങ്ങനെ അശക്തനായി ഇന്ദ്രദേവനെ. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരുന്നപ്പോൾ തക്ഷകൻ്റെ ഭാര്യ തൻ്റെ മകനോടൊപ്പം ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ, അവർ മാളത്തിലും ഒക്കെയാണല്ലോ താമസിക്കുക, അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ അർജുനൻ ഒരമ്പെയ്ത് അവളുടെ തല വെട്ടിമാറ്റി. തുടർന്ന് ഇന്ദ്രൻ ശക്തമായ കാറ്റ് അയക്കുകയാണ്. അത് അർജുനനെ താൽക്കാലികമായിട്ട് ബോധരഹിതനാക്കി. ഈ സമയത്താണ് അശ്വസേന രക്ഷപ്പെട്ടത്. തുടർന്ന് ഒരു ഭയങ്കര യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഗരുഡവംശത്തിലെ പക്ഷികൾ, സർപ്പങ്ങൾ, അസുരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, രാക്ഷസർ, യമൻ എന്ന് വേണ്ട ഇനി ആരും ഇന്ദ്രൻ്റെ കൂടെ കൂടാത്തവരില്ല. അങ്ങനെ ഒരുപാട് പേരുമായിട്ട് അർജുനനും കൃഷ്ണനും ഒരേ സമയം യുദ്ധം ചെയ്തു. വ്യാസൻ ഇതിനെ ഒരു അത്ഭുതകരമായ യുദ്ധമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അവരൊടുവിൽ അവരൊടുവിൽ വിജയിക്കുകയാണ്. ഗാണ്ഡവ വനത്തിൻ്റെ അഗ്നി 15 ദിവസം തുടർന്നു എന്നാണ് പറയണത്. ഈ കൊഴുപ്പും മജ്ജയും കലർന്ന നദികൾ കുടിച്ച അഗ്നിയുടെ ദഹനക്കേട് അങ്ങനെ മാറി. ആ മഹാ അഗ്നിബാധയിൽ നിന്ന് 6 പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് അശ്വസേന, പിന്നെ മയൻ ഈ അസുരൻ, പിന്നെ 4 സാരംഗ പക്ഷികൾ. കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ശക്തിയിലെ സന്തുഷ്ടനായിട്ടുള്ള ഇന്ദ്രൻ അർജുനനുമായിട്ടൊരു ശാശ്വത സൗഹൃദം ആഗ്രഹിക്കുകയാണ്. അവർക്കൊരു വരം നൽകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദിവ്യ ആയുധങ്ങൾ അർജുനൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വരം നൽകാൻ ഉചിതമായിട്ടുള്ള സമയം മനസ്സിൽ നിശ്ചയിച്ച ശേഷം ഇന്ദ്രൻ അർജുനോട് പറഞ്ഞു, ശിവൻ നിന്നിൽ പ്രസാദിക്കുമ്പോൾ ഞാൻ നിനക്ക് ദിവ്യ ആയുധങ്ങൾ നൽകും, അതിനുള്ള സമയം വരും. അങ്ങനെ തൻ്റെ ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് അസുരമയൻ ഗാണ്ഡവപ്രസ്ഥം എന്നറിയപ്പെടാൻ തുടങ്ങിയ ആ നാട്ടിൽ പാണ്ഡവർക്കായിട്ട് ഒരു വലിയ കൊട്ടാരം പണിത് കൊടുക്കുന്നത്.
ഈ തക്ഷകൻ്റെ ഭാര്യ തൻ്റെ മകൻ അശ്വസേനയെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിലെ അർജുനനെ കൊല്ലാൻ ശ്രമിച്ച അശ്വസേന പിന്നീട് കർണൻ്റെ പ്രത്യേക അസ്ത്രങ്ങളിൽ ഒന്നിൽ സ്വയം വന്ന് പ്രാപിക്കുന്നുണ്ട്. പിന്നീട് തക്ഷകൻ തൻ്റെ ബന്ധുക്കളുടെ മരണത്തിന് പ്രതികാരം ചെയ്തിട്ടുണ്ട്. അതാണ് അർജുനൻ്റെ ചെറുമകനായിട്ടുള്ള പരീക്ഷത്തിൻ്റെ മരണത്തിന് തക്ഷകൻ കാരണക്കാരനാവുന്നുണ്ടല്ലോ. അപ്പോൾ പരീക്ഷത്തിനോട് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ കഥയുടെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഈ കഥകൾ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കഥകളും പ്ലോട്ടുകളൊക്കെ വളരെ സങ്കീർണമാണ്. അതൊരു പ്രാവശ്യം കേട്ടാലോ വായിച്ചാലോ ഒന്നും ആവില്ല. എന്നാലും കഥകൾ പറയുമ്പോൾ മാക്സിമം പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ടല്ലോ എന്ന് കരുതി എല്ലാം പറഞ്ഞു പോയതാണ്. അപ്പോൾ കഥയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ കൃഷ്ണനോട് ചോദിക്കാതെയും പറയാതെയും എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറയുകയാണ് ധർമ്മപുത്രർ നാരദരോട്. അപ്പം നാരദർ പറഞ്ഞു, ശമനപുത്ര, അങ്ങ് വിഷമിക്കേണ്ട, ദ്വാരകയിലേക്ക് ഞാൻ പോകുന്നുണ്ടല്ലോ. ഭഗവാനോട് സർവ്വ വിവരങ്ങളും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് അയക്കാം. അതിനിടയിൽ വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് ഏർപ്പാട് ചെയ്തോളൂ. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും നാരദ മഹർഷി ദ്വാരകയിലെത്തി ഭഗവാനെ കണ്ടു. കാര്യങ്ങളൊക്കെ പറയാണ്. വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് സ്വീകരിച്ച് ആനയിച്ച് ഭഗവാൻ കൃഷ്ണൻ അവിടെ മുനിയെ ഇരുത്തി. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഭക്തൻ്റെ സന്ദേശവാഹകനായിട്ടാണ് ഭഗവാനെ. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിര മഹാരാജാവിനെ സർവശ്രേഷ്ഠമായ രാജസൂയയജ്ഞം നടത്തിയാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അയോധ്യാവതിയായിരുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് രാജസൂയം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്നും സ്വർഗലോകത്ത് സർവരാലും പൂജിക്കപ്പെട്ട് നിത്യാനന്ദ സുഖം അനുഭവിച്ച് കഴിയുകയാണല്ലോ. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം അത് ആരംഭിക്കാനെന്ന് ധർമ്മപുത്രരുടെ അന്തർഗതമാണ്. ആയതിനാൽ കഴിയും വേഗം അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ എഴുന്നള്ളിയാൽ കൊള്ളാം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ പറയാണ്, മഹർഷീശ്വര, അങ്ങയുടെ സംഭാഷണം എനിക്ക് അമൃതമായിട്ടാണ് തോന്നുന്നത്. അത്രയും സന്തോഷമുള്ള കാര്യമാണ് അങ്ങ് പറഞ്ഞതിപ്പോൾ. ഞാൻ ഉടനെ ഗാന്ധവപ്രസ്ഥത്തിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാം. അങ്ങനെ ഇത് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു മഹീശ്വരൻ അവിടെ വന്നു. എന്നിട്ട് തൊഴുതുകൊണ്ട് പറയാണ്, പ്രഭോ, കരുണാനിധി, ഞാനൊരു സന്ദേശവാഹകനായിട്ടുള്ള ബ്രാഹ്മണനാണ്. ദുഷ്ടനും കശ്മലനും മഹാപാപിയുമായിട്ടുള്ള മഗധാധിപൻ ജരാസന്ധൻ അവനിഷ്ടമില്ലാത്ത രാജാക്കന്മാരെയും നാടുവാഴികളെയും മുഴുവനും ഒട്ടും ദയയില്ലാതെ പിടിച്ച് ചങ്ങലിലിട്ട് പൂട്ടി കാരാഗൃഹത്തിലിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. കൊല്ലാതെ കൊല്ലുകയാണ്. അവരുടെ ധനം മുഴുവനും അവൻ അപഹരിച്ചു. സ്ത്രീജനങ്ങളെ അപമാനിച്ചു. അപ്പോൾ അങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആ ദുഷ്ടൻ്റെ കഠോര പ്രവൃത്തികളൊന്നും അങ്ങ് അറിയണില്ലാത്തതാണോ അതോ അറിഞ്ഞതായിട്ട് ഭാവിക്കാത്തതാണോ? ആ സാധു ഭൂപതികൾ എണ്ണത്തിൽ 24,000 മേൽ വരും. എന്നും എന്നോണാണ് പലരും കാരാഗൃഹത്തിൽ കിടന്ന് നരകിച്ച് മരിക്കണത്. ദുഷ്ടരാജാക്കന്മാരും പ്രബലരുമായിട്ടുള്ള ദുര്യോധനൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, സാല്വൻ തുടങ്ങിയവരെല്ലാം അവൻ്റെ സുഹൃത്തുക്കളാണേ. അപ്പോൾ കാരാഗൃഹത്തിൽ കിടന്ന് വലയുന്ന ആ പാവ രാജാക്കന്മാർ തങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നതായിട്ട് അങ്ങയോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരും കൂടി ആലോചിച്ച് എന്നെ ഒരു രഹസ്യ ദൂതനാക്കി ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് കുറച്ച് നേരം ആലോചിച്ചിരുന്നതിന് ശേഷം ഭഗവാൻ കൽപ്പിക്കുകയാണ്, ആട്ടെ ബ്രാഹ്മണ, പൊയ്ക്കൊള്ളൂ. കഴിയുന്നത് വേഗം ഞാൻ അവരെ മോചിപ്പിക്കുന്നതാണെന്ന് അങ്ങ് പറഞ്ഞോളൂ, അവരെ സമാധാനിപ്പിച്ചോളൂ. അങ്ങനെ ബ്രാഹ്മണൻ പോയതിന് ശേഷം നാരദരെ നോക്കിയിട്ട് ഭഗവാൻ അരുളി ചെയ്തു, അങ്ങ് യുധിഷ്ഠിരനെയും ചെന്ന് സമാധാനിപ്പിച്ചോളൂ. അങ്ങനെ ബ്രാഹ്മണനും നാരദരും പോയതിന് ശേഷം ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് അടുത്ത് നിന്നിരുന്ന ഉദ്ധവരോട് ചോദിക്കുകയാണ്, നാ അപ്പം എന്താ ചെയ്യേണ്ടത്? ജരാസന്ധനെ വധിക്കുകയാണോ വേണ്ടത്? രാജസൂയം സംബന്ധിച്ചുള്ള ആലോചനയ്ക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുകയാണോ വേണ്ടത്? ഉദ്ധവർ പറയൂ. അങ്ങനെ ഉദ്ധവർ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു മന്ത്രിപുങ്കവനാണേ. ജന്മാന്തരത്തിലെ വിഷ്ണു ഭക്തനായിട്ടുള്ള ഒരു വസുവായിരുന്നു അത്രേ അദ്ദേഹം.
വസുക്കൾ ഒരു യാഗം നടത്തി. ആ യാഗത്തിലെ വിഷ്ണു സായുജ്യം ലഭിക്കാൻ വേണ്ടി ഉദ്ധവരെ ഭഗവാനെ പ്രത്യേകമായിട്ട് പൂജിച്ച് തപോനിഷ്ഠ ആചരിച്ചു അത്രേ. അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും വലിയ കൃഷ്ണഭക്തനും ഏറ്റവും വലിയ കൃഷ്ണബന്ധുവുമായിട്ട് യദുവംശത്തിൽ അദ്ദേഹം പിറന്നു. ദേവാചാര്യനായിട്ടുള്ള ബൃഹസ്പതിയിൽ നിന്നും അദ്ദേഹം നീതിശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നീതിയും ഭക്തിയും ബുദ്ധിയും സർവോപരി വളരെ വിശ്വസ്തനുമായിട്ടുള്ള ഒരു ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ് ഈ ഉദ്ധവർ. അതുകൊണ്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് കൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ ഉദ്ധവർ മറുപടി പറയാണ്, രണ്ടും ഒന്നിച്ച് നടക്കേണ്ടതാണ്, അത് നടക്കുകയും ചെയ്യും. അതിനിങ്ങനെ ചെയ്താൽ മതി. രാജസൂയത്തിൻ്റെ 1-ാം ഘട്ടമായിട്ടുള്ള ദിഗ്വിജയം നടത്തുമ്പോൾ ജരാസന്ധൻ വന്ന് എതിർക്കാതെ ഇരിക്കില്ല. അപ്പോൾ അവനെ വധിക്കാനുള്ള അവസരം സിദ്ധിക്കും. അതല്ലാതെ യാതൊരു കാരണം കൂടാതെ ആദ്യമായിട്ട് അവനെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് എന്തായാലും നീതിയായിരിക്കില്ലല്ലോ. അപ്പം യാഗം നടത്തുകയും വേണം. മാഗധൻ എന്നുവെച്ചാൽ മഗധയുടെ അധിപൻ മരിക്കുകയും വേണം. രണ്ടും ഒന്നിച്ചു തന്നെ നടക്കും. ബ്രാഹ്മണ വേഷത്തിൽ അങ്ങും ഭീമനും കൂടി അവൻ്റെ മുമ്പിൽ ചെല്ലുക. ബ്രാഹ്മണരായതുകൊണ്ട് ചോദിക്കുന്നത് അവൻ തരാൻ മടിക്കുകയില്ല. ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെട്ടോളൂ. ആ ദ്വന്ദ്വയുദ്ധത്തിലെ മാരുതപുത്രൻ, അതായത് ഇവിടെ ഭീമൻ, മാഗധനെ വധിക്കും, സംശയമില്ല. അപ്പോൾ ധർമ്മപുത്രരുടെ യാഗം യാതൊരു വിഘ്നവും കൂടാതെ മംഗളമായിട്ട് നടക്കുകയും ചെയ്യും. ആയതിനാൽ അങ്ങ് രാജസൂയ യാഗത്തിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടുള്ളൂ. ഇങ്ങനെ ഉദ്ധവരുടെ ബുദ്ധിപൂർവകമായിട്ടുള്ള ഉപദേശം ഭഗവാൻ സ്വീകരിച്ചു. അടുത്ത ദിവസം തന്നെ എല്ലാവരോടും യാത്രയും ചൊല്ലി മല്ലാരി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.